ധനലക്ഷ്മി ഇതയോ അതെ വൈഫ് ഇടാ ഡാർലിങ് ഐ ലവ് യു. ഹലോ ആസിഫിക്ക. ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം നല്ല വിശേഷം. ശരിക്കും തലവൻ മൂവി റിലീസ് ആയിട്ടുണ്ടായിരുന്നു. എനിക്കത് ഞാൻ കൂടുതൽ ശരിക്കും ആസിഫലിയോട് സംസാരിക്കുന്ന അരമണിക്കൂർ അങ്ങനെ പോകും. ഉസ്താദ് ഹോട്ടൽ എന്ന മൂവിയിൽ ആദ്യമായിട്ട് വന്നൊരു സമയത്ത് യങ് ബോയ്സ് ആണ് ഒരു ഇടവത്തിന്റെ കഥയാണ് ഇപ്പൊ ഞാൻ പിടിച്ചെമ്പിയതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സീതാരാമം ആരുമില്ലാത്ത പട്ടാളക്കാരന് വേണ്ടി എല്ലാം വിട്ടിരുന്ന രാജകുമാരിയാണ്. ലൈവ് ഇന്റർവ്യൂവിനൊക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇതിലും ഡിഫറെന്റ് ആണ്. ഞാൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ലാലേട്ടൻ, ജയസൂര്യ ചേട്ടൻ ജേണി നല്ല സിനിമയായിട്ടാണ്. നരസിംഹം, ചേട്ടൻ 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ത്യച്ചൂടെ വന്നിരിക്കുക. ചില കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. തമിഴ് ആക്ടർ ജയ്. ബേട്ടോ நீங்க பின்னில கட்டல மேடோ എടക്കാ നമ്മൾ சொல்றா സിംഗർ ആണ്, പാടാറുണ്ട്. കണ്ണോട് കൺകൾ ഏറ്റും കർപ്പൂര ദീപമേ കൈനീട്ടും പോത് പായും മിൻസാരമേ. അപ്പം അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രജീഷ് യൂഷ്വലി ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആരാന്നൊക്കെ എനിക്കൊരു ഐഡിയ ഉണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് ഡയലോഗ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ ആർട്ടിസ്റ്റിന്റെ പേരുണ്ട്. അപ്പം ഇതിൽ ഓരോ ഡയലോഗ്സ് എടുക്കും. അതിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ആർട്ടിസ്റ്റ് ആരാണോ ആ ആള് ഈ ഡയലോഗ്സ് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതാണ് നമ്മൾ ചെയ്യാൻ. ഓക്കെ. ചോക്ലേറ്റ് ക്ലൈമാക്സിലെ സീൻ. ചോക്ലേറ്റ്. ഓക്കെ. അപ്പം അതിൽ ക്ലൈമാക്സ് പൃഥ്വിരാജ് പറയുന്ന സീൻ അത് ആളുടെ വോയിസിൽ പറയണം എന്നുള്ളത് ഈശ്വര എനിക്കൊരു പേടിയോ. ആസിഫ് അലി. ഓക്കെ, നീ പറയണം ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ ഇഷ്ടമായിരുന്നു നീ പറയണം. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തേശിന്റെ കൂടെ ചന്ദ്രിക കാറിന്റെ ചായയിൽ ആട് വയ്ക്ക് നിന്നെ കൊണ്ട് ഞാൻ പോവാ വരുന്നുണ്ടോ ഇപ്പൊ വന്നാ കേറാം. അടിപൊളി അറ്റംപ്റ്റ് ആണത്. സക്സസ്. അപ്പൊ ഒരെണ്ണം അങ്ങ് കഴിഞ്ഞു. നെക്സ്റ്റ് നരസിംഹം. ഓക്കെ. ലാലേട്ടൻ ഡയലോഗ്. രണ്ട് ടൈപ്പിലുള്ള എക്സ്ട്രീം വോയിസസ് ആണ്. ഓക്കെ. പവിത്ര, മടപ്പള്ളി മാധവനമ്പ്യാരെന്ന സർവോപരി ചട്ടയും നാറിയുമായ നിന്റെ തന്തയുടെ ശരീരം ഈ പുഴയിൽ ഒഴുക്കാൻ പറ്റില്ല. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ത്യച്ചൂടെ വന്നിരിക്കുക. ചില കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. അങ്ങനെ നരസിംഹമായി മാറിയ ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. ഓക്കെ, നെക്സ്റ്റ്. ഇല്ല, എന്താ ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. ഗംഭീര്യമുള്ള ആ ഡയലോഗ് പറയുന്ന ആരായിരിക്കും? വെള്ളാപ്പള്ളി നടേശൻ സാർ. അടിപൊളി, നൈസ് പെയറിംഗ്. ഓക്കെ, എങ്ങനെ സാധിക്കും അതെനിക്കും അറിയില്ല. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എങ്ങനെ അവസാനിക്കും. ചതുരെ തോപ്പിക്കാനാവില്ല മക്കളെ. ഇരുപാട് തെറ്റ് മുളയാടിയുണ്ട്. ആ മുളയാടി എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറായിരിക്കും. മഞ്ഞമുളയുടെ ആടി വെച്ചുള്ള അത് ചോദിച്ചാൽ കലൂർ സ്റ്റേഡിയം മൊത്തം നമ്മുടെ ആളുകളാണ്. എല്ലാം മഞ്ഞപ്പട. എവിടെ തുടങ്ങി മഞ്ഞയിൽ വരും. അത് എന്റെയും നൈസ്, കൊള്ളാം, അടിപൊളി. അപ്പൊ ഇനി ലാസ്റ്റ് ഇനി ഒരെണ്ണം കൂടി ദൈവം. ഓക്കെ, അതിപ്പോ എടുത്താൽ മതിയല്ലോ. നേരെ ആരാണോ? അയ്യോ, സുരേഷ് ഗോപി സാറിന്റെ ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മയുണ്ട് ഈ മുഖം. ഓക്കെ, അത് പറയാൻ പോകുന്നത് വിനയ് ഫോർട്ട്. ആഹാ, അടിപൊളി. ഓർമ്മയുണ്ടോ ഈ മുഖം? ചേച്ചിക്ക് ഓർമ്മ കാണില്ല. കാക്കിയിട്ടൊന്ന് നേരെ കൈ നോക്കിയാൽ തനിക്ക് നോവില്ല. കൂട്ടത്തിൽ ഒരുത്തൻ ചങ്ക് കയറി ചത്താലും തനിക്ക് നോവില്ല. തനിക്ക് എന്താ നോവാത്ത? അങ്ങനെ പറയരുത്. ജാവ പഠിക്കണം, എന്നിട്ട് ജീവിതത്തിൽ അനുഭവിക്കണം. മനസ്സിലായില്ലെങ്കിൽ പറയണം. അല്ല, ജാവ പഠിക്കണം, ജീവിതത്തെ അനുഭവിക്കണം എന്ന് പറഞ്ഞത് എന്തെങ്കിലും സ്വന്തം ജീവിതത്തിന്റെ അനുഭവം വേദന അനുഭവിച്ചാ പോരെ. ഓക്കെ, നൈസ്. അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ വേറെ ആക്ടേഴ്സ് ആരൊക്കെയാ ചെയ്യുക? തമിഴ് ആക്ടർ ജയ്. ഓ, ജയുടെ വോയിസ് ഒക്കെ ചെയ്യുമോ? ജയുടെ വോയിസ് ഒന്നും കേൾക്കും. അദ്ദേഹത്തിന്റെ രാജാറാണി മൂവിലെ. ഓക്കെ. மேடோ நீங்க பின்னில கட்டல மேடோ எடக்கா நான் இப்படி சொல்றேன் முதல்ல நீங்க வா எங்க എനിക്ക് അപ്പം மட்டும் பயம்க்கா மற்றபடி லவ்யூங்கா. നൈസ്. പിന്നെ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ കുറച്ച് വോയിസ് റാൻഡം ആയിട്ട് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ കൈഡി കിട്ടിയ ഒരു സെലിബ്രിറ്റി ആരായിരുന്നു? അങ്ങനെ ആസിഫ് അലി. ആസിഫ് അലിയുടെ വോയിസ്. ശരി, ആസിഫ് അലി. ഞാൻ ഒരു പ്രൊജക്ഷൻ കണ്ടതിൽ ആസിഫ്
അല്ലിയുടെ ചെയ്യുമ്പോൾ നല്ലൊരു ഫീൽ ഉണ്ട്. റെസ്പോൺസ് കിട്ടാറുണ്ട്. അതെ. ഇതിൽ പ്രജീഷിന്റെ ഫേവറേറ്റ് ആരാ? ഓഫ് കോഴ്സ് ആസിഫിക്ക. ആസിഫിക്ക ഭയങ്കര എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. കാര്യം അത്രയും നല്ലൊരു, ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ടർ കൂടിയാണ് ശരിക്കും. പിന്നെ പ്രകാശ് രാജ് അല്ലേ? പ്രകാശ് രാജ്. ഞങ്ങളുടെ വോയിസ്. പ്രകാശ് രാജിന്റെ ഗില്ലി മൂവിയിലെ ഗില്ലി. അപ്പൊ ഇത് ധനലക്ഷ്മി ഇതയോ അതെ വൈഫ് ഇടാ ഡാർലിംഗ് ഐ ലവ് യു. അത് തമിഴിലുള്ള ഒരു മോഡുലേഷൻ. പാണ്ടിപ്പട മൂവിയിൽ അദ്ദേഹം മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടെ അത്ര ഇതില്ല ഒരു ഇത്. ബസ്സിന്റെ കൂട്ടുകാരനല്ലേ അവിടെ അടിടാ അത് അടിക്കാൻ സ്വന്തം അടിക്കണോ. അത് കൂട്ടുകാരനാണാലും ശരി ഒപ്പനാണാലും ശരി പുരിഞ്ചതാ. അടിപൊളി. അങ്ങനെ ഒരു വോയിസ് അത് മലയാളത്തിൽ വരുമ്പോൾ ഒരു മോഡുലേഷൻ. പുള്ളിയുടെ ലൈവ് സൗണ്ട് എന്തെങ്കിലും ചെയ്യോ? ഇല്ല, ലൈവ് അങ്ങനെ ശ്രമിച്ചു. കാരണം പുള്ളിയുടെ ലൈവായിട്ട് പുള്ളി സംസാരിക്കുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അയ്യോ, ഇതുമായിട്ട് ഒരു ബന്ധമില്ല ലൈവ് സംസാരിക്കുന്നത്. വേറെ ആരുടെ ശരിക്കും ലൈവ് വോയിസ് ഭയങ്കര അടിപൊളിയായിട്ട് ലൈവ് ആസിഫ് അലി ചെയ്യാറുണ്ട്. അതൊന്ന് കേൾക്കാം നമുക്ക് ലൈവില്. ഇപ്പൊ ആസിഫ് അലിയാണ് ഇന്റർവ്യൂവിന് വന്നിരുന്ന കാര്യം. ഓക്കെ. അപ്പൊ അദ്ദേഹം ഇരിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു രീതിയിൽ അദ്ദേഹം ഇരിക്കും. ഈ ഒരു രീതിയിൽ ഇരിക്കാറുണ്ട്. ഇപ്പൊ 2018 ഇന്റർവ്യൂവിൽ ഇങ്ങനെ ഒരു രീതിയിൽ ബാക്കിലേക്ക് ഇരുന്നിട്ട് 3-4 ഇന്റർവ്യൂസ് ഞാൻ കണ്ടില്ല. ബോഡി ലാംഗ്വേജ് ആ ഒരു രീതിയിൽ നിന്നിട്ട് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കണം നോർമലി. ഓക്കെ. ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എൻ്റെ കൂടെ ഇന്ന് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ് എൻ്റെ കൂടെ ഉള്ളത്. വേറെ ആരല്ല, നമ്മുടെ സ്വന്തം ആസിഫിക്ക. ഹലോ ആസിഫിക്ക. ഹലോ, നമസ്കാരം. വെൽക്കം ടു ദി ഷോ. ഓ, താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം നല്ല വിശേഷം. ശരിക്കും തലവൻ മൂവി റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ നല്ല റെസ്പോൺസ്. ഹാപ്പി ടു തോന്നുന്നു. ശരിക്കും പടത്തിന് വളരെ ഗംഭീര റെസ്പോൺസ് ആയിരുന്നു, പോസിറ്റീവ് ആയിട്ടുള്ളത്. അത് ഇത്രയും ഓഡിയൻസിലേക്ക് എത്തി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഫീലിംഗ് എന്താണ്? ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബിജു ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുക. ഞങ്ങൾ ശരിക്കും അനുരാഗരിക്കുമുള്ള മൂവിയിലായിരുന്നു ചെയ്തത്. അതിനുശേഷം ആ ഒരു കെമിസ്ട്രി വീണ്ടും വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ കണ്ട് ഭയങ്കര അഭിപ്രായമായിരുന്നു. അതിൽ നിന്ന് ആസ് എൻ ആക്ടർ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പെർഫോമൻസ് എല്ലാം ഒരുപാട് സന്തോഷം. ശരിക്കും ഒരു തിയേറ്ററിൽ ഒരു ഷോ കഴിഞ്ഞിട്ട് ഭയങ്കര ഇമോഷണൽ ആവുന്നത് എങ്ങനെ കണ്ടിരുന്നു? എന്താ ശരിക്കും അങ്ങനെ ഒരു ഫീലിംഗ് തോന്നാൻ കാരണം? അത് ശരിക്കും ആ ക്യാരക്ടർ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത എൻ്റെ ഒരു ഇതിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്തു എന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഓ വാവ്, വണ്ടർഫുൾ. ഇനി ചോദിച്ചാൽ ഞാൻ കൂടുതൽ ശരിക്കും ആസിഫ് അലിയോട് സംസാരിക്കുന്ന പോലെ ഒരു അരമണിക്കൂർ അങ്ങനെ പോകും. അടിപൊളി നൈസ്. അതേ ബോഡി ലാംഗ്വേജ്, അത് ആ ഒരു രീതിയിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഇന്റർവ്യൂസ് എല്ലാം കാണാറുണ്ട് അദ്ദേഹം. ഒപ്പം ആസിഫ് അലി, പിന്നെ വേറെ ദുൽഖർ സൽമാൻ ചെയ്യാറുണ്ട്. ദുൽഖറിന്റെ വോയിസ് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ വോയിസ് അതും ഒരു പഴയകാല ശബ്ദത്തിന്റെ പല മോഡുലേഷൻസ് ആയിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ അദ്ദേഹം ഉസ്താദ് ഹോട്ടൽ എന്ന മൂവിയിൽ ആദ്യമായിട്ട് വന്നൊരു സമയത്ത്, ആ സെക്കൻഡ് ഷോ ആണ് ഫസ്റ്റ് മൂവി, ബട്ട് ഉസ്താദ് ഹോട്ടലിൽ വന്ന ആ ടൈം പീരീഡിൽ കുറച്ചുകൂടെ യങ് വോയിസ് ആണ്. ഒരു വോയിസ് വന്നിട്ട് ഇങ്ങനെ പോകത്തിന്റെ കഥയിനിപ്പോൾ ഞാൻ പിടിച്ചെമ്പീന്നല്ലേ ഷെഫിൻ്റെ പേര് ആര്യോ ഇടയ്ക്കിടെ പഠിച്ച ചാൻസ് യൂഷ്വൽ ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു കമ്പ്യൂട്ടറൈസ് ആയിക്കോട്ടെ. ഈ ഒരു രീതിയിലുള്ളൊരു ഡയലോഗ്, കുഞ്ഞു വോയിസ്. പിന്നെ അതിനുശേഷം ABCD മൂവിയിലേക്ക് കുറച്ചുകൂടെ ആ ഒരു ക്യാരക്ടറിന് കുറച്ചുകൂടെ ഒരു ഇംഗ്ലീഷ് ടച്ച്, സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വോയിസ്. ആ ഒരു ക്യാരക്ടറാണ് അങ്ങനത്തെ. അപ്പോൾ അതിലൂടെ ബെഡ് കോഫി അതെങ്കിലും കുടിക്കാറില്ല, ₹7 പുല്ലേപ്പടി ലില്ലി ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് ₹6 റേവ് കുറച്ച് ചാടിയണ 30 മിനിറ്റ്സിൽ കോളെടുത്താം. ബസ് കാത്ത് നിൽക്കണ്ട തിരക്കണ്ട ടിക്കറ്റ് എടുക്കണ്ട. നടപ്പെഴുത്ത് നല്ലതാണ്. ഹെൽത്ത് ഈസ് വെൽ, ഫ്രീ ഓഫ് കോസ്റ്റ്, ₹7 ഫൈൻ. നീതി ക്യാൻറ്റീൻ ലഞ്ച് കഞ്ഞിയൻ പാൻ ₹10. 4 മണിക്കൂർ ഓടുന്നൊരു ബ്ലാക്ക് ടീ വിത്ത് ഷുഗർ 3 വിത്തൗട്ട് 2. സ്നാക്സ് ഇല്ല അത് കട്ട്. അടിപൊളി നൈസ്. ഇപ്പോൾ ഉള്ള ദുൽഖറിന്റെ വോയിസ് എടുക്കാറുണ്ടോ? ഇപ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ സീതാരാമ. ഓക്കെ. ആരുമില്ലാത്ത പട്ടാളക്കാരന് വേണ്ടി എല്ലാം വിട്ടിരുന്ന രാജകുമാരിയോട് ഈ ജന്മത്തിൽ യാത്ര ചോദിക്കുന്നു പ്രിൻസസ് നൂർജഹാൻ. ആ ഒരു ഹസ്കി ആയിട്ടുള്ള ഒരു ബേസ് മെച്ചൂർഡ് ആയിട്ടുള്ള വോയിസ് ആണ്. പിന്നെ കുറച്ച് ചാർലി മൂവിയിലേക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ വോയിസ് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ചാർലിയിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഡോക്ടറെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി നമ്മളൊരു സർപ്രൈസ് കൊടുക്കുന്നു. അവരുടെ കണ്ണിലുണ്ടാകുന്നത് പ്രകാശമുണ്ടല്ലോ, അതിൻ്റെ ഒരു റെസ്റ്റുണ്ടല്ലോ. നമ്മളൊക്കെ ജീവിച്ചു വന്നേ ആരെങ്കിലും എന്തെങ്കിലും ആദ്യമായിട്ട് പ്രതീക്ഷ അത് ചിലപ്പോൾ കുഴപ്പമില്ല. ആ ഒരു മോഡുലേഷൻ ആണ് അടിപൊളി. ഇപ്പോൾ ഇങ്ങനെ എക്സ്പെരിമെന്റ് ഒരു ആക്ടറിന്റെ വോയിസ് തന്നെ ഇങ്ങനെ പല ഞാൻ കൂടുതലായിട്ട് ഈ പറയുന്ന പോലെ കുറേ ആളുകളെ ചെയ്യാനല്ല ശ്രമിക്കുക. ഇപ്പം എനിക്ക് ഏതെങ്കിലും ഓക്കെ ആയിട്ടുള്ള ഒരു സ്റ്റാർ ഉണ്ടെങ്കിൽ
അതിൻ്റെ പല മോഡുലേഷൻസ് നോക്കാം. കാര്യം അവർക്ക് മനുഷ്യനാണ്, ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും, ശബ്ദമായാലും മോഡുലേഷൻ ആയാലും എല്ലാം ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പഴയ ഒരു മോഡുലേഷനിൽ നിന്ന് അവരുടെ തന്നെ ഒരു 2-3 മോഡുലേഷൻ അവർക്ക് പോലും ചിലപ്പോൾ അറിയണ്ടാവില്ല. അത് ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതാണ് കൂടുതലായിട്ട് ചെയ്യുക. അങ്ങനെയാണ് ഈ പറയുന്ന ദുൽഖറിൻ്റെ ശബ്ദം അതേപോലെ ഒരു മോഡുലേഷൻസ് വരുന്നത്. പക്ഷെ അത് അടിപൊളി ലൈവ് ഇന്റർവ്യൂവിനൊക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇതിലും ഡിഫറെന്റ് ആണ്. അത് ചെയ്യോ? ഓക്കെ. ഇപ്പൊ ഈ ചാർലി മൂവിയിൽ അവാർഡ് കിട്ടിയ സമയത്ത്, ആ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് ഇന്റർവ്യൂ ചോദിച്ചായിരുന്നു എന്താണ് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സന്തോഷം ഇങ്ങനെ. അപ്പോൾ പുള്ളി പറയുന്ന ഒരു ഡയലോഗാണ്. ഞാൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ, ജയസൂര്യ ചേട്ടൻ നല്ല സിനിമയുണ്ടായിരുന്നു, ഒരു നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് സന്തോഷം. അല്ലെങ്കിൽ അവാർഡ് കിട്ടിയില്ല പിന്നെന്താ പറയുക, ഹാപ്പി ത്രൂ. ഈ ഒരു രീതിയിൽ പെട്ടെന്ന് പറഞ്ഞ് നിർത്തുന്ന ഒരു രീതിയിൽ ആണ് സംസാരിക്കുക. അതിനിടെ കുറച്ച് ഇംഗ്ലീഷ് വരും, ആ ഒരു രീതിയിൽ പോകും. അപ്പം ഇതിൽ ഇങ്ങനെ സക്സസ്ഫുൾ ആയ വേറെ എക്സ്പെരിമെന്റ്സ് എന്തൊക്കെയാ? ഞാൻ ആക്ച്വലി ദുൽഖർ സൽമാൻ അതേപോലെ ആസിഫിക്കാട് ഇതേപോലെ ചെയ്യാറുണ്ട്. അത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സോൾട്ട് ആൻഡ് പെപ്പർ ആ സമയത്ത് ഒരു ശബ്ദമുണ്ട്. പിന്നെ അതേപോലെ അനുരാഗ് കരിക്കും വെള്ളം വന്നപ്പോൾ ഒരു ശബ്ദമുണ്ട്. അദ്ദേഹത്തിന്റെ ലൈവ് വോയിസ് വരുമ്പോൾ വേറെ ശബ്ദമാണ്. ഇപ്പോൾ ലൈവ് വോയിസ് നമ്മൾ കേട്ട ശബ്ദം. അതേപോലെ അനുരാഗ് കരിക്കും വെള്ളം വരുന്ന സമയത്ത് ഒരു മോഡുലേഷൻ, ആദ്യത്തെ ഒരു ആ കാലഘട്ടത്തിൽ വന്ന സിനിമയാണ് സോൾട്ട് ആൻഡ് പെപ്പർ. അതിൽ വന്നൊരു മോഡുലേഷൻ ഉണ്ട്. ഇപ്പോൾ ആക്ടിങ്ങിലാണോ വീട്? ആക്ടിങ്ങിൽ HODs ഉള്ള ഭാസ്കർ താരെ അറിയൂ? എൻ്റെ കൂടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. വി വെർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. ആ കോഫി ഇങ്ങനെ പറഞ്ഞിട്ടൊരു വോയിസ് ഉണ്ട്. അതിനുശേഷം അനുരാഗ് കരിക്കും വെള്ളം വന്നപ്പോഴത്തേക്ക് കുറച്ച് ഇമോഷണലായിട്ട് പറഞ്ഞ കുറച്ച് സീൻ ഉണ്ടായിരുന്നു. എലി, എൻ്റെ ലൈഫിൽ നിനക്കുള്ള ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കാൻ ഇത്ര ലേറ്റ് ആയിപ്പോയി. എലി ഒരു കാര്യമില്ലെന്നുണ്ടെങ്കിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, ഒരാവശ്യമില്ലാതിൻ്റെ വെറുപ്പിച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇതേപോലെ ഒരു മോഡുലേഷൻ വരുന്ന ഒരു മൂവിയാണ് കെട്ടിയോളാണ് എൻ്റെ മാലാഖ. അതിൽ ലാസ്റ്റ് പറയുന്ന ആ ഒരു ക്ലൈമാക്സിനോടനുബന്ധിച്ച് വരുന്ന ഒരു സീനുണ്ട്. റിൻസി, എനിക്ക് പിരിയണം സങ്കല്പിക്കാൻ പോലും പറ്റില്ല, എനിക്കെന്നെ ഇഷ്ടമെന്ന് പറയും, ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുള്ള വോയിസ് ഉണ്ട് ആ രീതിയിൽ. അടിപൊളി, നൈസ്. അപ്പോൾ ഇങ്ങനെയുള്ള വോയിസസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴേ ഇവര് ഈ സ്റ്റാർസ് ആരെങ്കിലും ഇത് കാണാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇൻഫോ പാർക്കിൽ മ്യൂസിക് ക്ലബ് ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇതേപോലെ സ്പോട്ട് ഡബിങ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അജു ചേട്ടനും നിവിൻ ചേട്ടനും ഒരുമിച്ചുള്ള, അജു വർഗീസ് നിവിൻ പോളി ഒരുമിച്ചുള്ള തട്ടത്തിമരത്തിലെ കോംബോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അജു ചേട്ടൻ റീഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാ സ്റ്റോറിയിൽ. വണ്ടർഫുൾ. അജു വർഗീസിന്റെ വോയിസ് എങ്ങനെയാ? അജു ചേട്ടൻ ഈ പറയുന്ന പോലെ പഴയകാല ശബ്ദം. എന്തുകൊണ്ട് ഈ പഴയകാലം വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ആ സമയത്താണ് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. ഈ സമയത്ത് എനിക്ക് ടൈമും കാര്യങ്ങളും കിട്ടുന്നില്ല അതിനായിട്ട്, അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു പഴയകാല ശബ്ദമുണ്ട് അത് ചെയ്യാം. എടാ ഉമ്മി, നീ ടെമ്പർ കേട്ടേരി. ആ ഇംതിയാസ് ഉണ്ടല്ലോ ഓനെ 6 പാക്കാ. നിന്നെ ഇന്നലെ അല്ലേ തല്ലിയുള്ളൂ, ഇന്നും കൊടുത്തല്ലേ. പഴയ ബേസ് വോയിസ് ആണ് കുറച്ചുകൂടെ ഈ ക്യാരക്ടർ റോൾസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ കുറച്ചുകൂടെ മെച്ചോ വോയിസ് ആയിട്ടുണ്ട്. അത് സമയം കിട്ടിയില്ല, പിന്നെ ട്രൈ ചെയ്തിട്ടില്ല. അതാണ്, ചെയ്യണം, സമയമുണ്ട്. ഓക്കെ. ഈ വോയിസ് ഇമിറ്റേഷൻ അല്ലാതെ എനിക്ക്, ഞാൻ പ്രജീഷിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ അരിച്ചു പെറുക്കിയപ്പോൾ ഞാൻ കണ്ടത് മൊത്തം പാട്ടുകളുടെ വീഡിയോസ് ആണ്. കുറേ പാട്ടുകൾ പാടി ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് നല്ലൊരു പാടുന്നുണ്ട്. എനിക്കൊന്ന് അതില് കുറച്ചും കൂടി ഒരു ഫോക്കസ് ചെയ്യുന്നുണ്ട്. സിംഗർ ആണ്, പാടാറുണ്ട്. അല്ല എന്താ സംഭവം അല്ല എന്താന്ന് വെച്ചാൽ നമ്മൾ സിംഗർ ആണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പാടിക്കൊള്ളാം, ഇവനാണോ സിംഗർ ആണെന്ന് പറയുന്നത്. പാടാറുണ്ട്, പാട്ട് ഇഷ്ടമാണ്. അത് പാട്ടിലേക്ക് വന്ന ശരിക്കും ഈ ഒരു സ്മ്യൂള് ആപ്ലിക്കേഷൻ, പാട്ട് പാടാനായിട്ട് ആളുകൾക്ക് ഇഷ്ടമുള്ള. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് സ്മ്യൂളിലേക്ക് വന്ന ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു ഇത് പറഞ്ഞ പോലെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞൊരു കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ സ്മ്യൂള് എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, അതിൽ പാടാനൊക്കെ തുടങ്ങി. അത് ഞാൻ ബാത്റൂം സിംഗർ ആയിരുന്നു, ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പാട്ട് പാടിക്കാൻ. എനിക്കിങ്ങനെ ഒരു ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത് എനിക്ക് മിമിക്രി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വലിയ ഇതുള്ളൂ. പക്ഷേ പാട്ട് പാടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സാധനം അല്ലെങ്കിൽ നല്ല കോര് കിട്ടും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് എനിക്ക് പിന്നെ ഓപ്പൺ വോയിസിലൊന്നും അല്ലായിരുന്നു അന്നൊക്കെ പാടുന്നത്. ഇപ്പോൾ പിന്നെയും കുറേയെങ്കിലും ഓപ്പൺ വോയിസിലേക്ക് വരാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തെന്ന് വെച്ചാൽ ഒരു നമ്മുടെ വോയിസ് ഒക്കെ മെച്ചുറായി വരുന്നേ ഉള്ളൂ. അപ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ സ്മ്യൂൾ എടുത്തു, അതിൽ ഇതേപോലെ പാട്ട് പാടാൻ തുടങ്ങി, അത് ഷെയർ ചെയ്തു, ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നു, ഓക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ അതിൽ ആ ഒരു ടൈമിൽ ഇതേപോലെ പാട്ട് പാടാൻ നമ്മുടെ കേരളത്തിലുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം അവിടെ ആക്ച്വലി സ്മ്യൂൾ തരംഗ് എന്ന പേരുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്കൊരു പാട്ട് കേട്ടാലും. ഓക്കെ, ഞാൻ ഒരു തമിഴ് സോങ്. ഓക്കെ. കണ്ണോട് കൺകൾ ഏറ്റും കർപ്പൂര ദീപമേ, കൈ നീട്ടും போது பாயும் மின்சாரமே, உல்லாசமேடை மேலே ஒரங்க நாடகம்
இன்பங்கள் பாதம் சொல்லும் உன் தாயகம் அங்கங்கு ஊஞ்சலாக நான் போகிறேன் அங்கங்கு ஆசை தீயில் நான் வேகிறேன் ஒன்றாக மோகனம் என் காதல் வாகனம் செந்தாமரை செந்தேன் மழை என்னாவி நீயே தேவி ராஜராஜ சோழன் நான் என்னை ஆளும் காதல் தேசம் நீதான் பூவே കാതൽ തീവേ. താങ്ക് യു. അടിപൊളി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോങ്ങാണ്. നല്ല രസമാണ്. പ്രജീഷിന്റെ വോയിസ് നല്ല സ്യൂട്ട് ചെയ്താണ് സാറേ. പിന്നെ മലയാളം പാട്ടുകൾ പാടാറില്ല? മലയാളം പാട്ടുകൾ പാടാറുണ്ട്. ഒരു മലയാളം സോങ് കൂടെ പാടോ? തീർച്ചയായും. മിന്നലഴകേ ഒന്നു നില്ല് എന്തു ദാഹം കണ്ടു നിൽക്കാൻ കന്നിമഴവില്ലേ ഒന്നരികിൽ നില്ല് നീ നൂറു നിറമോടെ എന്നരികിൽ നില്ല് നീ ഞാനില്ല എങ്കിൽ നിൻ ഹൃദയവർണ്ണങ്ങളുണ്ടോ നീയില്ല എങ്കിൽ ഈ പ്രണയമധുരങ്ങളുണ്ടോ അത്രമേലൊന്നാണു നമ്മൾ നീ മണിമുകിലാടകളാടിയുലഞ്ഞൊരു മിന്നൽ മിഴികളിലായിരം പരിഭവമൊഴുകിയ മേടത്തിങ്കൾ ചന്തം വേളിപ്പൂവിന്നാണം. നൈസ്. നല്ലൊരു ഇത് അധികാരം അങ്ങനെ പാടാത്തൊരു പാട്ട്. അടിപൊളി. നല്ല സോങ് ആണത്. ശരിക്കും ഇപ്പൊ പാട്ട് സ്റ്റേജസിൽ പാടാറില്ലേ? പാടാറുണ്ട്. ഉണ്ട്. എങ്ങനെയാ അപ്പൊ അതിനുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയാ? അതിന് പ്രത്യേകിച്ച് കൗതുകം ഒന്നും കാണാറില്ല. കൈയടി ഉണ്ടാവും. ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ നമുക്ക് ഞാൻ പറയില്ല, എനിക്ക് എപ്പോഴും സ്റ്റേജിൽ തിരിച്ച് നമ്മൾ പെർഫോം ചെയ്തിട്ട് വരുമ്പോൾ അയ്യോ അത് കൊള്ളായിരുന്നു ചേട്ടാ എന്ന് പറയുന്നത് സ്പോട്ട് ഡബിങ് ഒക്കെയാണ്. എന്തായാലും പ്രജീഷിന്റെ വോയിസ് ഇമിറ്റേഷൻ ഇനി നെക്സ്റ്റ് ലെവൽ ഗെയിമിലോട്ടൊക്കെ കടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്താണ് ഇനി നെക്സ്റ്റ് ഒരു പ്ലാൻ വെച്ചേക്കുന്നത്? എന്താണ് നെക്സ്റ്റ് പ്ലാൻ? എനിക്ക് പറ്റുന്നിടത്തോളം കാലം എല്ലാം പാരലായിട്ട് കൊണ്ടുപോകുക, അത് തന്നെയാണ്. ഇപ്പോൾ കാര്യം ഈ പറഞ്ഞ ട്രാവൽ ആയാലും ഫോട്ടോഗ്രാഫി ആയാലും ഇമിറ്റേഷൻ പാട്ട് എല്ലാം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് വർക്ക് വിടാൻ പറ്റില്ല. കരിയർ തന്നെയാണ്. അപ്പോൾ അതിൽ മുന്നോട്ട് പോവുക, പാരലായിട്ട് പറ്റുന്ന അവസരങ്ങളിൽ ഇതും കൊണ്ടുപോകുക. അല്ലാണ്ട് ഇതുവഴി വേറൊരു മേഖലയിലേക്ക് പോകാനോ സ്വിച്ച് ചെയ്യാനോ അങ്ങനെയൊന്നും ഇതുവരെ പ്ലാനില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് എംബ്രേസ് ചെയ്യും. അങ്ങനെ മേ ബി അത് ഡിപ്പെൻസ്. അങ്ങനെ സംഭവിക്കട്ടെ. ഒരു സ്റ്റാറായി മാറട്ടെ നമുക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇതുവരെ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കാമല്ലോ. അയ്യോ ശരി. ഓക്കെ. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. പ്രൊഫഷണലിയും അതേപോലെ ഈ പാഷൻ വൈസ് ആണെങ്കിലും അടിപൊളിയാവട്ടെ. ഓക്കെ, താങ്ക് യു. Thank you so much for your time. Yeah, we'll see you soon. Yeah. Thank you. Thank you.